ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. നമ്മുടെ ഈ ഒരു ചാനലിലുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സുപരിചിതമായ കാര്യമാണ്. എന്നാൽ പുതിയ വരുന്ന ആൾക്കാർ, എനിക്ക് ഒരുപാട് ആൾക്കാർ പേടിച്ചുകൊണ്ട് ഒരുപാട് വാട്സപ്പ് കോൾ വരുന്നുണ്ട്, നോർമൽ കോൾസുകൾ വരുന്നുണ്ട്, മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ചാനലിലുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന യൂട്യൂബ് ചാനലിലുള്ള സബ്സ്ക്രൈബേഴ്സും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കുമെല്ലാം ഇത് കാര്യങ്ങൾ അറിയാം, ഇത്രയേ ഉള്ളൂ എന്ന് അറിയാൻ പറ്റും. എന്നാൽ പുതിയ ആൾക്കാർക്ക് ഒരുപാട് പേടിയും മറ്റു കാര്യങ്ങളും ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മലപ്പുറത്ത് ഒരാൾ സൂയിസൈഡ് ചെയ്തു, അതും ഈ ഒരു ലോൺ ആപ്പിൻ്റെ ഇഷ്യൂ മൂലമാണ്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫേക്ക് ലോൺ ആപ്പിനെ കുറിച്ചാണ്. അതിന് ആവശ്യമായ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, അങ്ങനെ ഒരുപാട് കാരണങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പുതിയ വരുന്ന ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ്, നമ്മൾ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റ അല്ലെങ്കിൽ പല സോഷ്യൽ മീഡിയ സൈറ്റിലും നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഒരുപാട് ആപ്പുകളുടെ RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ആപ്പുകളുടെയും അല്ലെങ്കിൽ ഫേക്ക് ലോൺ ആപ്ലിക്കേഷൻ്റെയും ഒരുപാട് സൈറ്റുകളിൽ കൂടി നമ്മൾ പോകുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് ഐക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ PM-ൻ്റെയും CM-ൻ്റെയൊക്കെ പിക്ചേഴ്സുകൾ വെച്ചുകൊണ്ട് ലോൺ ആപ്പ് പേഴ്സണൽ ലോൺ ഇത്ര രൂപ, ഇത്ര ഇൻട്രസ്റ്റേ ഉള്ളൂ, ഒന്നും വേണ്ട, സിബിൽ സ്കോർ വേണ്ട, ബാങ്കിങ് വേണ്ട, സാലറി വേണ്ട, നിങ്ങളൊന്ന് തൊട്ടാൽ മതി, ഇപ്പോൾ തന്നെ പൈസ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് നമ്മളെ മോഹിപ്പിക്കുന്ന പരസ്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോഴും പരസ്യങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മുടെ CM-ൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് മുദ്ര ലോൺ, പേഴ്സണൽ ലോൺ, പിന്നെ അതുപോലെ തന്നെ PM-ൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു 99% നമ്മുടെ ഇഷ്യൂ കൊണ്ട് തന്നെയാണ്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഒരു പൈസയുടെ ആവശ്യം നമ്മുടെ മനസ്സിൽ വരുന്ന സമയത്ത് ഇതൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. അപ്പോൾ പുതിയ ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ഈ ഫേക്ക് ലോൺ ആപ്പ് എന്ന് വെച്ചാൽ അവർക്ക് ഈ ഒരു സിബിലോ അല്ലെങ്കിൽ വേറെ ഒരു സംഭവം വേണ്ട. അവരുടെ ഗ്യാരണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ കോണ്ടാക്ട്സും നമ്മുടെ ഫോണിലുള്ള മെസ്സേജും മതി. ഇതാണ് അവരുടെ ഗ്യാരണ്ടി. ഇപ്പോൾ നമ്മളെ HDFC ബാങ്കും ICICI ബാങ്കും ഒക്കെ സിബിൽ സ്കോർ നോക്കുന്നെങ്കിൽ അവർ നോക്കുന്നത്, ഈ ഫേക്ക് ലോൺ അല്ലെങ്കിൽ വ്യാജ ലോൺ ആപ്പുകാർ നോക്കുന്നത് നമ്മുടെ മൊബൈലിൽ എത്ര കോണ്ടാക്ട്സ് ഉണ്ട്, എത്ര വാട്സപ്പ് ഉണ്ട്, ആൾ കുറച്ച് ചാറ്റ് ചെയ്യുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ കൂടുതൽ കോൾ ചെയ്യുന്ന ആൾക്കാരാണോ, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണോ. റെപ്യൂട്ടഡ് ആയിട്ടെന്ന് വെച്ചാൽ ഒരുപാട് കോൾ ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കും ഇവരുടെ ഫോണിൽ ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട്, വൈൽഡ് ആയിട്ടുള്ള ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട്, അപ്പോൾ ഇവർക്ക് ലോൺ കൊടുക്കാൻ തീർച്ചയായിട്ടും അവർ വിചാരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ ഈ ഒരു ലോൺ ആപ്പിൽ ഇവിടെ നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് അവർ കുറച്ച് പെർമിഷൻ ചോദിക്കും. നമ്മളുടെ കോണ്ടാക്ട്സ് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻസ്, മെസ്സേജ്, ഗാലറി, ഓഡിയോ, വീഡിയോ, അങ്ങനെ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെയിലുള്ള കോണ്ടാക്ട്സ് മുഴുവനും അവർക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഈ ആപ്പ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും അവരുടെ കയ്യിൽ തന്നെ ഈ ഒരു കോണ്ടാക്ട്സ് കാണാം. കാരണം ഫസ്റ്റിലെയാണ് ഈ ഒരു കോണ്ടാക്ട്സ് അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. കാരണം ഇത് പറയാൻ കാരണം, ഇങ്ങനെ പല ആൾക്കാരും എന്നെ വിളിച്ചിട്ടുണ്ട്, സാറേ ഞാൻ ഈ കോണ്ടാക്ട്സ് അല്ലെങ്കിൽ ഈ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തു, ഇനി അവർ കോണ്ടാക്റ്റ് എടുക്കാൻ പറ്റുമോ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് ആപ്പിൽ തൊടുമ്പോൾ അല്ലെങ്കിൽ പെർമിഷൻ ചോദിക്കുമ്പോൾ കൊടുക്കുന്ന ആ ഒരു കോണ്ടാക്ട്സ് ആണ് അവർ നമ്മുടെ കയ്യിൽ നിന്ന് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് അവരുടെ പക്കൽ കാണും. പിന്നെ ഈ ഒരു ലോൺ ആപ്പുകാർ, ഈ ഫേക്ക് ലോൺ ആപ്പുകാർ വർക്ക് ചെയ്യുന്നത് ഒരു സിസ്റ്റമാറ്റിക്കലി അല്ല. അവർക്ക് തോന്നുന്നത് പോലെ, നിങ്ങൾ പല ആൾക്കാർക്ക് അനുഭവം കാണും, നമ്മൾ വിളിക്കുമ്പോൾ നമ്മളെ ഒന്നും സംസാരിക്കാൻ അവർ അനുവദിക്കില്ല, പടയെന്ന് എന്തൊക്കെയോ പറയുകയാണ്, തെറിവിളി മറ്റു കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുപക്ഷെ ലോൺ അടച്ചാലും വീണ്ടും അവർ ഈ ചിലപ്പോൾ ഒരു ചെറിയ ഓഫീസ് സെറ്റപ്പൊക്കെ കാണും. ഈ ഓഫീസിൽ നിന്ന് ഈ നമ്പർ എടുത്തുകൊണ്ട് പുറത്തിറങ്ങി നിങ്ങളുടെ പൈസ കിട്ടിയിട്ടില്ല, ആക്ച്വലി അവർക്ക് കിട്ടിയിട്ടുണ്ട്, പൈസ കിട്ടിയിട്ടില്ല, വീണ്ടും അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോണ്ടാക്ട്സിൽ ഞാൻ മോഫ് ചെയ്ത അഗ്ലി പിക്ചേഴ്സ് ഇടും, അത് വിഷയമാകും. അങ്ങനെ ഒരുപാട് പേരെടുത്ത് അങ്ങനെ ഒരുപാട് പേര് എന്നോട് ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരു മണ്ടത്തരങ്ങളും കാണിക്കുന്നത്, ഈ ഫേക്ക് ലോൺ ആപ്പുകാർ നിങ്ങളുടെ ഫേസ് എടുത്ത് വേറെ ഏതെങ്കിലും ഒരു പിക്ചറിൽ മോഫ് ചെയ്തായിരിക്കും നിങ്ങളുടെ കോണ്ടാക്ട്സിൽ അറ്റാച്ച് ചെയ്യുന്നത്.
അപ്പോൾ അതിലൊന്നും അങ്ങനെ ഒരു മോഫ് ചെയ്ത പിക്ചേഴ്സ് ഇട്ടാൽ തീരുന്നതാണോ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്? അല്ല, തീർച്ചയായിട്ടും. അപ്പോൾ ഇത് ചില ആൾക്കാർക്ക് ഇത് മറ്റുള്ളവർ കാണുമ്പോൾ എങ്ങനെ ഫേസ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് പറയണം ഒന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ ചൂഷണം ചെയ്ത് വിളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. കാരണം എന്തെങ്കിലും കൊളുത്തണ്ടേ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആ ഒരു ഇതിൽ കയറി പിടിച്ച് അങ്ങനെ വരും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വളരെ മോശം സ്വഭാവമാണ്. അപ്പോൾ അങ്ങനെ ലോൺ ആപ്പിൽ പെടുന്നവർ നമ്മൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. നമുക്കിതിനു മുമ്പ് ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഡിലീറ്റ് ചെയ്ത് പോയതാണ്. കാരണം ആ ഗ്രൂപ്പിൽ വന്നതുകൊണ്ട് ഇങ്ങനെ ഫേക്ക് ലോണിൽ നിന്ന് മാത്രം ലോൺ എടുക്കാൻ വേണ്ടിയുള്ള ഗ്രൂപ്പായിപ്പോയി. അതുകൊണ്ടാണ് നമ്മളത് ഡിലീറ്റ് ചെയ്തത്. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മളൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പൊക്കെ തുടങ്ങാൻ ആലോചിക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പ്രധാനമായും നമ്മുടെ ഈ ടീച്ചേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സ് ഇവരെല്ലാം കാണുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർക്കെല്ലാം ഒരു പേടിയും ഭയവും ഡിപ്രഷനും ഒക്കെ അടിച്ചു പോകുന്നത്. എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്, ടീച്ചേഴ്സ് ഉൾപ്പെടെ. ഞാൻ ഇങ്ങനെ എടുത്തു പോയി, എൻ്റെ കോൺടാക്ട്സിൽ എൻ്റെ മകളുടെ ടീച്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ മകൻ്റെ ടീച്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ കാണാം, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ കാണാം, ഞാൻ എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ ഇതൊന്നും കാരണം നമ്മൾക്ക് എന്ത് വന്നാലും നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മളവിടെ പിടിച്ചു നിർത്തണം. ഓക്കെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിയിട്ടൊന്നും കാര്യമില്ല. കാരണം ഇത് പാകിസ്ഥാനിൽ നിന്നും നേപ്പാളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നും നൈജീരിയ എന്നൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം എന്താ പറയുക, നമ്മൾ ഹവാല ഇടപാട് പോലെ ചെയ്യുന്ന ഒരു കൂട്ടം ഫ്രോഡുകളാണ്. ഒരു സിസ്റ്റമാറ്റിക് ഓപ്ഷനുമില്ല, നമുക്കൊന്നും പറയാനും കഴിയില്ല. അവർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ തിരിച്ചു മേടിക്കാനുള്ള ഒരു ഐഡിയ ഈ എന്താ പറയുന്നത്, ഈ ഒരു ഫേക്ക് ചെയ്ത, കാരണം മനുഷ്യൻ്റെ ആ ഒരു മാനത്തിൻ്റെ വില അവർക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും. അപ്പോൾ ഈ ഫേക്ക് ചെയ്ത പിക്ചേഴ്സ് ഇടുക മാത്രമാണെന്നാണ് അവരുടെ ചിന്ത. മറ്റ് RBI അപ്രൂവ്ഡ് ബാങ്കൊക്കെ ആണെങ്കിൽ എന്താണ്, നമ്മുടെ സിവിൽ സ്കോർ കുറയും, വീട്ടിലെ ആൾ വരും, ഇത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നിങ്ങൾ കണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ സിവിൽ സ്കോർ പോവില്ല, ഒന്നും പോകില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഓഫ് ചെയ്ത പിക്ചേഴ്സ് അവർ ഇടുന്നെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിലൊരു സ്റ്റാറ്റസ് ഇടുക. ഇങ്ങനെ ഇടുക, ഞാനിത് മുമ്പ് പറഞ്ഞതാണ്, എൻ്റെ കോൺടാക്ട്സ് ആരോ ഹാക്ക് ചെയ്തു, പിന്നെ പൈസ ചോദിക്കുന്നുണ്ട്, കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസ് മാറ്റി വേറെ ഏതെങ്കിലും അഗ്ലി പിക്ചേഴ്സിൽ വെച്ചുകൊണ്ട് എൻ്റെ കോൺടാക്ട്സിലേക്ക് ഇടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മെസ്സേജോ കോൾസുകളോ വരികയാണെങ്കിൽ ആരും ഓപ്പൺ ചെയ്യരുത്. നിങ്ങളുടെ മൊബൈലും ഹാക്കാവും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ട് നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള സപ്പോർട്ടീവ് വീഡിയോസ് ഞാൻ ചെയ്തു തരാം. അപ്പോൾ നമ്മളെ ഈ ഒരു ചാനലിലുള്ള മിക്ക സബ്സ്ക്രൈബർ സുഹൃത്തുക്കൾക്കും ഇതിനറിയാൻ പറ്റും, ഇതിനെക്കുറിച്ച് എന്താ പറയുക, ഇത്രയേ ഉള്ളൂ എന്ന് അറിയാൻ പറ്റും. പുതിയ ആൾക്കാർക്കാണ് ഇതിനൊരു പേടി. കാരണം ഇന്നലെ തന്നെ ആൾക്കാരെ വിളിച്ചു, ഞാൻ എന്ത് ചെയ്യും, ആൾക്കാരെ എങ്ങനെ ഫേസ് ചെയ്യും. അപ്പം നമ്മളൊന്നും ചിന്തിക്കുക, ഇത് നമ്മുടെ ഫോട്ടോ അല്ല. ഓക്കെ, ഇത് സാധാരണ എന്താ പറയുന്നത്, തല പോകുന്ന കാര്യങ്ങളൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ ചില ആൾക്കാർ വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഫോൺ മാറ്റുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നെങ്കിൽ നമുക്കറിയാൻ പറ്റുമല്ലോ, +33 അങ്ങനെയുള്ള കോഴ്സുകളിൽ, അതായത് പാകിസ്ഥാൻ നമ്പറിൽ നിന്നൊക്കെയാണ് കൂടുതലും ഇങ്ങനെ വാട്സപ്പ് മെസ്സേജ് വരുന്നത്. അതൊന്നും നോക്കാതിരിക്കുക. നമ്മൾക്ക് ആ ഒരു വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു മുൻവശത്ത് കാണാൻ പറ്റും ആ ഒരു നോട്ടിഫിക്കേഷൻ നമ്പരും. അത് ഓക്കെ നോക്കുക, അത് ഓപ്പൺ ചെയ്യാതിരിക്കുക. ഓപ്പൺ ചെയ്തിട്ട് നോക്കി അവരെ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ അവർ വീണ്ടും ഇങ്ങനെ ചിത്രങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട. ഈ ലോൺ ആപ്പുകാർ എന്താ പറയുന്നത്, ഇങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ, നമ്മളെ ഹരാസ്മെൻറ്റ് മാത്രമേ ചെയ്യുള്ളൂ. നിങ്ങൾ അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി നിങ്ങൾക്കൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തിടാം. ഓക്കെ, അത് ഓക്കെ, കാരണം അവർക്കും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഞാനിത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ കാരണം, ഇന്നലെ ഈ ഒരു ഫേക്ക് ലോണിൻ്റെ ആപ്പിൻ്റെ ഇഷ്യൂ പറഞ്ഞ് എന്നെ വിളിച്ചത് ഒരു 75-76 പേര് വിളിച്ചിട്ടുണ്ട്. അവർക്ക് അറിയില്ല, കാരണം ഫാസ്റ്റ് ലോണാണ്, ഒരു പ്രൂഫും വേണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആരും എടുത്തു പോകും. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാപ്പ് ഉണ്ടാകുമെന്ന് ആർക്കും ചിന്തയില്ല. പിന്നെയാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇതാ സംഭവം എന്ന് മനസ്സിലാകുന്നത്. മുമ്പൊക്കെ 100 കണക്കിന് ആപ്പ് അൺഇൻസ്റ്റാൾ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും പല പേരുകളിൽ വീണ്ടും വന്നിട്ടുണ്ട്. അതും ഹ്യൂജ് ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ ചില ആൾക്കാർ ഒരു 6000 രൂപ ലോൺ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 2000-3000 രൂപയായിരിക്കും കിട്ടുന്നത്. നമ്മൾ അടയ്ക്കേണ്ടത് 10000 രൂപയ്ക്ക് അടയ്ക്കേണ്ടി വരും. ഇനി നമ്മളിതെല്ലാം അടച്ചെന്ന് വെച്ചാലും ഈ ഒരു അവിടുത്തെ ഓഫീസിൽ അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ അവരെല്ലാം ഫ്രോഡ് തന്നെ ആയിരിക്കും. അവർ നമ്മുടെ കോൺടാക്ട്സ് എടുത്തിട്ട് പറയും ഇത് കിട്ടിയില്ല, വീണ്ടും നിങ്ങൾ അടയ്ക്കണം, ഇല്ലെങ്കിൽ ഫോട്ടോ ഇടുമെന്ന് പറഞ്ഞ് വീണ്ടും നമ്മളെ എന്താ പറയുന്നത് ഹരാസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതൊന്നും നിങ്ങളൊന്നും വകവയ്ക്കുക പോലും വേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ തീർച്ചയായിട്ടും വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. വേറെ ഒരു ഇഷ്യൂ ഇല്ല. നിങ്ങൾ വെറും കടുങ്കൈക്കും കാര്യങ്ങൾക്കൊന്നും പോകരുത്. വെറുതെ ജീവിതം വേസ്റ്റാക്കരുത്. കാരണം ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. ഈ ലോൺ ആപ്പുകാരുടെ ഈ ഭീഷണിക്ക് മുതിർന്ന് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയാൽ പിന്നെ അതിനേ കാലമുള്ളൂ. ഓക്കെ,
ഇൻ കേസ് നിങ്ങൾക്ക് അത്രയ്ക്ക് എന്താ പറയുന്നത് ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ, കാരണം നിങ്ങളുടെ മൊബൈലിൽ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരോട് വിളിച്ച് കാര്യങ്ങൾ പറയുക. സാർ ഇങ്ങനൊരു സംഭവമാണ് ഇവർ ചെയ്യുന്നത്, നമ്മുടെ തല മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഒരു അഗ്ലി പിക്ചേഴ്സിൽ എഡിറ്റ് ചെയ്ത് വെക്കും, എന്നിട്ട് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു വെക്കുക. അപ്പോൾ തീർച്ചയായിട്ടും 100 പേര് കേൾക്കുമ്പോൾ ഒരു 99 പേരും അങ്ങനെ തന്നെ പറയാം. അത് കുഴപ്പമില്ല, നമുക്കറിയാമല്ലോ, അതിൻ്റെ ഇഷ്യൂ ഇല്ല. നിങ്ങൾ നാണവും സങ്കടവും ഒന്നും വിചാരിക്കേണ്ട, കൂളായിട്ട് തന്നെ നിൽക്കുക. നിങ്ങളെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഉണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ.